രാവിലെ തന്നെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ കേര എടുത്തേക്കണ്. അതും നമ്മുടെ നാഗരാജണ്ണനാണെന്നുണ്ടെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞിട്ടൊരു ചെറിയ പേനാക്കത്തി വെച്ച് അലുവ കഷ്ണം മുറിക്കണ പോലെ മുറിച്ചുകൊണ്ടിരിക്കണ വേണ്ടി കാണുന്നത്. ഇന്നത്തെ സ്പെഷ്യലി കന്നിയും അതുപോലെ തന്നെ മീൻ വറുത്തോ വേണ്ട, അത് നല്ല കിടിലൻ കേര ഫിഷ് ഫ്രൈ. നമുക്ക് നേരെ കടന്നാല. വെട്ടി പീസാക്കി വെച്ചാണ് നമ്മുടെ മീനായും തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാംസം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഇറച്ചി കഷ്ണം പോലെ ഇരിക്കണേണ്ട കണ്ട. അപ്പോൾ ഇതിനെ നേരെ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തലക്കഷ്ണം രണ്ടാക്കി വെച്ചേക്കേണ്ട. അപ്പോൾ അതാണ് നമ്മുടെ നോട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നേരെ മസാല വരട്ടിക്കൊണ്ടിരിക്കേണ്ട. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ 65 മിക്സ് എന്ന് പറയുന്ന ഒരു മസാല ഉണ്ട്, അതായത് ചിക്കൻ വറക്കാനായിട്ടുള്ളതാണ്. ആ മസാലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ മസാലകളുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളതാണ്. അങ്ങനെ അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം മീനങ്ങോട്ട് പിടിക്കാൻ, മസാലയൊക്കെ പിടിക്കാനായിട്ടൊക്കെ നേരെ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ പറ്റി സുന്ദരക്കുട്ടന്മാരാക്കി വെച്ചാണ് നമ്മുടെ കേരക്കുട്ടന്മാരെ അങ്ങോട്ട് മുക്കിപ്പൊരിച്ച് വറുത്തെടുക്കുക കേട്ടോ. അധികം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണില്ല, നോർമലി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഒപ്പം ആ ഒരു കന്നിയും പിന്നെ നമ്മുടെ നോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും വേണ്ട നമ്മുടെ നോട്ടം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി കഴിക്കാം. നമ്മുടെ കേരള തലേണ്ടി കാണുന്നത് ഓക്കെ. കന്നി